ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്, ഡേ ഒരാൾ അവിടെ ചിരിക്കുന്നുണ്ട്. ആ ഇന്ന് മമ്മിയും ഡെല്ലും കൂടെ എന്തൊക്കെയോ അവിടെ പ്രിപ്പയർ ചെയ്യാണ്. എന്തോ നീ ഉണ്ടാക്കുന്നേ? ഇതെന്താ സംഭവം? ഞാനൊരു ഫ്ലവർ വെക്കാനൊരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുക. ഇത് നമ്മള് പാല് മേടിക്കുന്ന ടിന്ന കന്നാസ്. അത് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പാല് മേടിക്കുന്നതാണെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ എല്ലാം കൂടെ എനിക്ക് കത്തിയും വെച്ചൊക്കെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഉണ്ടാക്കാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് നിമിഷ നേരത്തെ കാര്യമുള്ളൂ. ഓൾറെഡി കട്ട് ചെയ്ത് നമ്മള് ഈ ഷേപ്പിലാക്കി കന്നാസ് അകത്തിരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വന്ന് കാണിക്കാമോ? ഓക്കെ. പാല് വാങ്ങിച്ച നമ്മുടെ ബോട്ടിലാണിത്, ഈ വലിയത്. അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. വേണ്ട ഗൈസ്, ഇതിന്റെ ചെറുതാണ്. ഇത് 1 ലിറ്ററിന്റെ ആണ്, അല്ല ഇത് 2 ലിറ്ററിന്റെയാ. നമ്മുടെ കയ്യില് 3 ലിറ്ററിന്റെയോ 4 ലിറ്ററിന്റെയോ എന്തോ വലിയ പാലിന്റെ ഡപ്പ ഉണ്ടായിരുന്നു. അതാണ് മമ്മി ഇപ്പൊ കട്ട് ചെയ്തിട്ട് ഇത് സംഭവം ഞാൻ വരച്ചതൊന്നുമില്ല, എന്റെ ഒരു അളവനുസരിച്ച് ഞാനങ്ങ് ചെയ്തതാ. ഇതുപോലുള്ള കന്നാസ്, ഇത് ചെറുതും കിട്ടും വലുതും, ഏത് വലുപ്പത്തിലുള്ളതും നമുക്ക് പാല് മേടിക്കാൻ കിട്ടും. പാല് മേടിക്കുമ്പോൾ കിട്ടും. ഇതിനെ നമ്മള് ഇത്രയും ഭാഗം നമുക്ക് വേണം. നമുക്ക് എത്ര ഭാഗം വേണോ അത് ഇതങ്ങ് ഇളക്കി കളയുക കേട്ടോ. ഈ എത്ര ഭാഗമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതിവിടെ നിർത്തിക്കൊണ്ട് ഇത്രയും ഭാഗമാണ് നമ്മൾ ഇതേപോലെ എടുത്തിരിക്കുന്നത്. അതൊരു ഐഡിയ ഉള്ളവർക്ക് അങ്ങ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ എടുത്തിട്ട് ഇത്രയും മൊത്തത്തിൽ അങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്താൽ മൊത്തം അങ്ങ് പോകും. അങ്ങനെ പോകരുത്. ഇവിടെ ഈ സൈഡിലുള്ള ഇത്രയും ഭാഗങ്ങൾ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ ഷേപ്പിലൊരു ബക്കറ്റ് കിട്ടും. ഇത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതില് യൂസ് ചെയ്യാം, ചെയ്ത് വെക്കാം. അതായത് പൂക്കളോ മുത്തോ ഒക്കെ ഒട്ടിച്ച് വെച്ചാൽ കുറേ ഭംഗിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ വെള്ള കളർ ഡപ്പി എങ്ങനെ ഇപ്പൊ ഈ യെല്ലോ കളറായി? അതിനാണ് നമ്മുടെ പെയിന്റുകള്. നമ്മുടെ പെയിന്റ് ഉണ്ടല്ലോ, ഈ പെയിന്റ് അടിച്ചതാണ് അതല്ലേ? അത് റോസ് പെയിന്റും. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ക്ലേ വെച്ചിട്ടാണ്. ക്ലേ വെച്ച് നല്ല അടിപൊളി ഫ്ലവേഴ്സ് എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ഇതിന്റെ ലുക്ക് തന്നെ നമ്മൾ മാറ്റാൻ പോവാണ്. പിങ്ക് കളർ ക്ലേ എവിടെയും പോയിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. ഇലയില്ലാതെ എന്തൊരു പൂവാ. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളി ആയിരിക്കും എന്ന് തോന്നുന്നു. കണ്ടിട്ട് തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ വർക്കില് ചെയ്യാൻ. കാരണം എന്നെ പലരും വിളിച്ച് കുഞ്ഞിനെയും കൊണ്ട് ആയതുകൊണ്ട് ഇപ്പൊ സമയമില്ലയോ, ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇടുന്നുണ്ട്. ആർക്കും നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോസിന്റെ. ലിങ്ക് എടുത്ത് കാണാൻ പറ്റും. എന്തുവാ നീ ചെയ്യുന്നേ? അടപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? ഓക്കെ. അടപ്പങ്ങനെ ഇരിക്കുമ്പോ ഇത് പാൽക്കുപ്പിയാണോ എന്നൊക്കെ തോന്നിപ്പോകും. ലുക്ക് മാറി വന്നു. ലുക്ക് മാറ്റുക. പിന്നെ ഇവിടൊക്കെ നമുക്ക് പൂക്കളൊക്കെ വെച്ച് ഈ കട്ട് ചെയ്ത ഈ പോർഷൻസ് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അവിടെ എല്ലാം നമ്മൾ പൂക്കൾ വെച്ച് നല്ല ഡെക്കറേഷൻ ചെയ്ത് തരാം. നമ്മുടെ കയ്യിൽ ഇത്രയും ക്ലേസ് ആണ് ഇപ്പൊ ഉള്ളത്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. ഇനി ഐഡിയാസ് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അപ്പൊ ചെയ്യൂല്ലേ? എന്തുവാ നീ നോക്കുന്നേ? ക്ലേ ഉണ്ടെങ്കിൽ എളുപ്പമാട്ടോ. കാരണം ഇങ്ങനെ ഒന്ന് വട്ടമാക്കി ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളെ ഏത് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യാം. അത് ഈ ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവർ നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്. നമ്മൾ മുന്നേ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇതേണ്ടേ, ഇതെല്ലാം എത്ര നാളായി ഫ്രഷ് ആയിട്ടിരിക്കാണ്. നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്തതാണ് ഇതെല്ലാം.
കണ്ടോ? നമ്മുടെ പാല് ബോട്ടിൽ വെച്ച് നേരത്തെ ഞാൻ കുറേ ഐറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. ബി ഹാപ്പി ബി യൂസ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. അതെ, നമ്മുടെ പ്രോപ്പർട്ടീസ് കൊടുക്കാത്തോണ്ട് ഡെല്ലൂസിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നമുക്ക് പോവാം. മമ്മി അപ്പൊ വർക്ക് ചെയ്തോ? അവക്ക് ഈ ക്ലേ ആണ് വേണ്ടത്. ഇത് കൊടുക്കാൻ ഒരു തരത്തിലും ഞാൻ സമ്മതിക്കത്തില്ല. ക്ലേ തരാൻ പറ്റില്ല മൈ ഡിയർ. അന്ന് മമ്മി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഓക്കെ, ഫൈനൽ ലുക്ക് കാണാം. നമുക്ക് ഉറങ്ങാൻ പോവാം. നമുക്ക് ഉറങ്ങാൻ പോവാം. അപ്പത്തേക്ക് മമ്മി ഫൈനൽ ലുക്ക് ചെയ്യട്ടെ അല്ലേ? നമുക്ക് സ്ലീപ്പ് ചെയ്യാം. ഗൈസ്, നമ്മുടെ വർക്ക് ഏകദേശം തീർന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പൊ അതങ്ങ് എടുത്തിട്ട് പോവാന്ന് കരുതി. വേണ്ടേ, നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവർ പോട്ട് പൂക്കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ടേ. ഫംഗ്ഷനോ കുട്ടികളുടെ ബർത്ത്ഡേയോ ഒക്കെ വരുവാണെങ്കിലേ അതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി. ഇതെന്റെ കയ്യിലിരുന്ന കുറച്ച് പൂക്കള് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇടുവാ. ഞാൻ ഇങ്ങനെ എടുക്കും. യെസ്, പൂക്കളും നിറച്ച് അവർക്ക് അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ മേടിച്ചകത്ത് വെച്ച് നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഇതിനകത്ത് ഗിഫ്റ്റ് വെക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ ഈ ഫ്രണ്ടില് കാണുന്നതെല്ലാം നമ്മൾ ക്ലേ വെച്ച് ചെയ്ത ഫ്ലവേഴ്സ് അല്ലേ? ക്ലേ വെച്ച് ചെയ്തതാ. ഇതെല്ലാം പെയിന്റ് വെച്ച് നന്നായി പെയിന്റ് അടിക്കാൻ പറ്റുന്നവർക്ക് നല്ലപോലെ ഇത് പെയിന്റ് അടിക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇതിൽ എത്ര വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ പഴയ ഫ്ലവേഴ്സ് ഒക്കെ, നമ്മൾ ചെയ്ത ഫ്ലവേഴ്സ് ഒക്കെ ഞാനിപ്പോ ഇങ്ങോട്ട് ഇരിക്കുകയാണ്. അത് കുറച്ച് പൂക്കളായി പോയില്ലേ? അതെ, എല്ലാം പറക്കിങ്. പാൽക്കുപ്പിയെ പോലും നമ്മൾ വെറുതെ വിട്ടില്ല ഗൈസ്. അപ്പൊ ഗൈസ് ദേണ്ടേ, ഇതേപോലുള്ള ഒരു പാലിന്റെ ഒരു ചെറിയ ഡപ്പയിൽ നിന്നും നമ്മൾ ചെയ്തെടുത്ത ഫൈനൽ ലുക്ക് കാണിച്ചു തരാമേ. ഇതാണ് അതിന്റെ ആ ക്യാപ്പിന്റെ പോർഷൻ. അത് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ ഫൈനൽ ലുക്ക് ദേണ്ടേ ഇതാണ്. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലേ കുറച്ച് ഫ്രഷിന്റെ ഫ്ലവർ തന്നെ എടുത്ത് ഇതിലിടാം. ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല. അതെ, അപ്പൊ അങ്ങനെയായിട്ട് ഒരു ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെണ്ടായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. യെസ്. ഓക്കെ, മേളത്തെ അടപ്പ് ഭാഗമാണ് ഇത്. ഓർമ്മ വേണം. ആ മേളിലെ ഒരു നീല അടപ്പുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അങ്ങ് മറച്ചു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റ ബൈ. യെസ്, ടാറ്റ ബൈ. എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. ടാറ്റ ഡെല്ലൂസ്, ടാറ്റ പറ. ഹായ്, സൂപ്പർ ഡെല്ലു, സൂപ്പർ. ഡെല്ലൂസിന്റെ പുതിയ പൂക്കൊട്ട അടിപൊളിയായിട്ടുണ്ട്. കട്ടിലെല്ലാം നിൽക്കുന്നത്.